ഹായ്. ടൗണിലെ കടയിൽ നിന്ന് എന്തോ ഒരു സാധനം വാങ്ങിക്കൊണ്ട് ഞാൻ റോഡിലേക്ക് ഇറങ്ങി. അപ്പോൾ കടയുടെ മുമ്പിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു വാഹനത്തിൽ നിന്ന് ഒരാൾ കൈ നീട്ടി എന്നെ ഒന്ന് തട്ടി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ പഴയ ഒരു സ്നേഹിതനാണ്. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് ഇറങ്ങി വന്ന് ഇങ്ങനെ കുശലാന്വേഷണമൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, തിരക്കുണ്ടോ? ഞാൻ പറഞ്ഞില്ല. എന്നാൽ നമുക്ക് അല്പം സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാഹനത്തിലേക്ക് എന്നെ ക്ഷണിച്ചു. ഞാൻ കയറിയിരുന്നു. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട്, വിശേഷങ്ങളൊക്കെ എന്തുണ്ട്, സുഖമാണോ, സന്തോഷമാണോ? അദ്ദേഹം വളരെ സന്തോഷത്തോടെ എന്നോട് പറഞ്ഞു, വളരെ സന്തോഷമാണ്, എനിക്കിന്ന് കർത്താവ് എല്ലാ അനുഗ്രഹങ്ങളും തന്നിട്ടുണ്ട്. നല്ല വീടുണ്ട്, നല്ല കുടുംബമുണ്ട്, നല്ല മക്കളുണ്ട്, ജോലിയുണ്ട്, വരുമാന മാർഗമുണ്ട്, വാഹനമുണ്ട്, സന്തോഷമായിട്ട് ജീവിതം പോകുന്നു, കർത്താവ് സമർത്ഥമായി അനുഗ്രഹിച്ചു എന്നൊക്കെ ആ മനുഷ്യൻ പറയാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം പറയുക, എൻ്റെ കഴിഞ്ഞ കാലങ്ങളൊന്നും ഞാൻ ഒരിക്കലും മറക്കത്തില്ല. പണ്ട് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയതും അന്ന് എന്നോട് സംസാരിച്ചതും എന്നെ ധ്യാനത്തിന് പറഞ്ഞു വിട്ടതും പ്രാർത്ഥനാ ഗ്രൂപ്പിൽ കൂട്ടിക്കൊണ്ടുപോയതും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും ഒന്നും ഞാൻ മറന്നു പോയിട്ടില്ല. എന്നിട്ട് അദ്ദേഹം ഒരു നിമിഷം നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു, ഒരുപക്ഷെ നമ്മൾ തമ്മിൽ അന്ന് കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുമോ എന്ന് പോലും അറിഞ്ഞുകൂടാ. അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എൻ്റെ ചിന്തകൾ പുറകിലേക്ക് സഞ്ചരിച്ചു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ മനുഷ്യനെ കണ്ടുമുട്ടുമ്പോൾ പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിയ ഒരു ചെറ്റപ്പുര, മദ്യപാനത്തിൻ്റെയും ദുർനടപ്പിൻ്റെയും അഹങ്കാരത്തിൻ്റെയും പ്രതീകമായിരുന്നു ഈ മനുഷ്യൻ. ദൈവത്തോടും ദേവാലയത്തോടും വൈദികരോടും പള്ളി പോകുന്നവരോടുമൊക്കെ മഹാപുച്ഛവും അവരെ പരിഹസിക്കലും അവർക്കെതിരെ നിലകൊള്ളുന്നൊരു മനോഭാവമൊക്കെ ആയിരുന്നു അന്ന് അദ്ദേഹത്തിന്. ആത്മഹത്യയുടെ വക്കിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തോട് ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുവാനും അദ്ദേഹത്തെ ഒരു ധ്യാനത്തിന് പറഞ്ഞു വിടുവാനും പ്രാർത്ഥനാ ഗ്രൂപ്പിൽ കൂട്ടിക്കൊണ്ടുപോകാനും ഒക്കെ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അനുഗ്രഹത്തിലേക്ക് കൈപിടിച്ച് നടത്താനായിട്ട് സഹായകരമായി എന്ന് മനസ്സിലാക്കിയപ്പോൾ എൻ്റെയും കണ്ണുകളിൽ ദൈവം ചെയ്ത മഹാ അത്ഭുതങ്ങളൊക്കെ ഓർത്ത് ഒരു തിളക്കമുണ്ടായി. ദൈവവചനം ആരംഭിക്കുന്നത് തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ വചനങ്ങൾ തന്നെ ദൈവം ചെയ്ത മഹാ അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിൻ്റെ മേൽ അന്ധകാരം വ്യാപരിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിൻ്റെ മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെയായിരുന്നു വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യത്തെ വചനം ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് തന്നെ. ആദിയിലെ സകലതും ഉണ്ടായിരുന്നില്ല. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. അന്ധകാരം വ്യാപരിച്ചിരുന്നു. ചില ജീവിതങ്ങൾ
ചില വ്യക്തികൾ, ചില കുടുംബങ്ങൾ ഇങ്ങനെയാണ്, രൂപരഹിതമാണ്, ഒരു ക്രമമില്ലാത്തതാണ്, കുത്തഴിഞ്ഞത് എന്ന് പറയാറുണ്ട്. അതുപോലെ ശൂന്യമാണ്, ഒരു പ്രയോജനവും ഇല്ല, ഒരു ഫലവും ഇല്ല, യാതൊരു പ്രതീക്ഷയില്ല. ഇങ്ങനെയാണ് ചില ജീവിതങ്ങൾ, ചില കുടുംബങ്ങൾ, ചില വ്യക്തികളൊക്കെ. അതുപോലെ അന്ധകാരം നിറഞ്ഞിരിക്കുന്നു ചില ജീവിതങ്ങൾ, ചില കുടുംബങ്ങൾ, ചില വ്യക്തികളൊക്കെ. ഒരു ഐശ്വര്യവും ഇല്ല, ഒരു സന്തോഷവും ഇല്ല, ഒരു ആനന്ദവും ഇല്ല. അസ്വസ്ഥതകളും തിന്മകളും എല്ലാം നിറഞ്ഞിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. എന്നാൽ മൂന്നാമത്തെ വചനം വായിക്കുമ്പോൾ ഇങ്ങനെ കാണാം, ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി, വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവത്തിൻ്റെ വചനം കടന്നു വന്നപ്പോൾ ദൈവം തൻ്റെ വാക്കുകൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നത് സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടായി. ദൈവം അരുളി ചെയ്തു, ഉണ്ടായി, നല്ലതെന്ന് ദൈവം കണ്ടു എന്ന് തുടർച്ചയായി അനേക വാക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം അരുളി ചെയ്യുമ്പോൾ സകലതും ഉണ്ടാകും. രൂപരഹിതമായ ഭൂമി ദൈവം അരുളി ചെയ്തപ്പോൾ രൂപമുള്ളതായി മാറി. അന്ധകാരം നിറഞ്ഞിരുന്ന ഈ ഭൂമിയെ ദൈവം അരുളി ചെയ്തപ്പോൾ പ്രകാശം കൊണ്ട് കർത്താവ് നിറയ്ക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങളെ കർത്താവ് ഫലമുള്ളതാക്കി തീർക്കും, പ്രകാശമുള്ളതാക്കി തീർക്കും, രൂപമുള്ളതായി ക്രമമുള്ളതാക്കി കർത്താവ് മാറ്റും. ഇന്ന് ചില കുഞ്ഞുങ്ങൾ അങ്ങനെയാണ്, ചില കുട്ടികളുടെ ജീവിതം അങ്ങനെയാണ്, ചില ഭവനങ്ങൾ അങ്ങനെയാണ്. ഒരു സമാധാനവും ഇല്ല, ഒരു സന്തോഷവും ഇല്ല. ഭിന്നിപ്പും കലഹവും തകർച്ചകളും പരാജയങ്ങളും ദുരന്തങ്ങളും കടബാധ്യതകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒരു തരത്തിലും മേൽഗതി ഉണ്ടാകാൻ സാധ്യതയില്ലാത്തതുപോലെയാണ് ചില ജീവിതങ്ങൾ. പ്രിയരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, കർത്താവിൻ്റെ വചനം കൊണ്ടും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ടും ഫലമില്ലാതിരുന്ന, ശൂന്യമായിരുന്ന, പാഴായി കിടന്നിരുന്ന ഈ പ്രപഞ്ചത്തെ കർത്താവ് നല്ലതാക്കി തീർത്തു, മനോഹരമാക്കി തീർത്തു. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ വചനം കടന്നു വരുമ്പോൾ, കർത്താവിൻ്റെ വചനം കേട്ട് വചനം അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിലൂടെ ഫലമുള്ളതായി തീരുന്നു, അനേകർക്ക് പ്രയോജനകരമായി തീരുന്നു. നമ്മുടെ തന്നെ കുടുംബവും ജീവിതവും ഐശ്വര്യവും അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിനാൽ ദൈവവചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. വചനത്തോട് വലിയൊരു ദാഹം നമുക്കുണ്ടാകട്ടെ. ദൈവവചനം സ്വീകരിക്കാനും ദൈവവചനം കേൾക്കുവാനും ദൈവവചനം അനുസരിക്കാനും ഒക്കെയുള്ളൊരു മനോഭാവത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പ്രകാശം കൊണ്ട് നിറയട്ടെ, അന്ധകാരം വിട്ടുമാറിപ്പോകട്ടെ, കർത്താവിൻ്റെ കൃപയാൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.